അതിശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരസ്പരം ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പല വീടുകളിലും കുടിവെള്ളം കിട്ടാനില്ലാത്ത രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ആരോഗ്യരംഗത്തുള്ള ആളുകൾ ഈ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജുകളായി എത്തുന്നുണ്ട്. ഈ കൊടും ചൂടത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സല. ചൂട് കഠിനമായാൽ, ശക്തമായാൽ ളുഹർ നമസ്കാരത്തെ നിങ്ങൾ പിന്തിപ്പിക്കണം. ഒരൽപ്പം ചൂട് മാറി, പ്രയാസം നീങ്ങി, അതിനുശേഷം നിങ്ങൾ ളുഹർ നമസ്കരിക്കുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ഈ ദുനിയാവിലെ ചൂടെന്നുള്ളത്, ആ ചൂടിന്റെ കാഠിന്യം എന്നുള്ളത് നരകത്തിന്റെ ഒരു ജ്വാലയാണ്, നരകത്തിൽ നിന്നുള്ള ആവിയാണ്. തബൂക്കിന്റെ വേളയിൽ ശക്തമായ ചൂട് സ്വഹാബത്ത് അനുഭവിക്കുന്നുണ്ട്. തബൂക്കിലേക്ക് പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോൾ, പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ചില മുനാഫിക്കീങ്ങൾ സംസാരിക്കുകയാണ്, ഈ ചൂടത്തോ, ഈ ശക്തമായ ചൂടത്ത്, ഇനി തബൂക്ക് വരെ. അവരിങ്ങനെ പരസ്പരം ചൂടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മുനാഫിക്കീങ്ങൾ തബൂക്കിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. ചില സ്വഹാബത്തും ശരിയാണ്, ചൂടാണല്ലോ, നമുക്കൊരൽപ്പം ചൂടൊക്കെ ഒന്ന് മാറി എന്നിട്ട് യാത്ര ചെയ്യാം എന്ന് കരുതി നിന്നു. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അവരെ ഉണർത്തി, വഖാലു ലാ തൻഫിറു ഫിൽ ഹർ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ. നബിയെ, അവരോട് പറയുക, ചൂടാണല്ലോ, വെയിലാണല്ലോ എന്ന് പറഞ്ഞ് ദീനീ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയുള്ള യാത്രകളിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് അറിയിക്കുക, നാറു ജഹന്നം അശദ്ദു ഹർറ. നരകത്തിന്റെ ചൂടെന്നുള്ളത് അതിനേക്കാൾ ശക്തമാണ്. നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂടല്ല, അതിനേക്കാൾ കഠിനമുള്ളതാണ് നരകത്തിന്റെ ചൂട്. ലൗകാനു യഫ്ഖഹൂൻ. അവരറിഞ്ഞിരുന്നെങ്കിൽ, അവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. ഇന്നും ആ മുനാഫിക്കിങ്ങളെ പണിയെടുക്കുന്നവരുണ്ട്. ഈ ചൂടത്തും മുസ്ലിം പെണ്ണ് പർദ്ദ ധരിച്ച് നടക്കുകയാണോ? എന്തിനാണ് മുസ്ലിം സ്ത്രീകൾ ഇത്ര പ്രയാസപ്പെടുന്നത്? ചൂടല്ലേ. അതുകൊണ്ട് ആ പർദ്ദയൊന്നു മാറ്റി, ആ ഹിജാബ് ഒന്നു മാറ്റി, ആ നിഖാബ് ഒന്നു മാറ്റി. മുസ്ലിം പെണ്ണിന്റെ വസ്ത്രത്തിന്റെ ചൂടിനെ കുറിച്ച് ചില മുനാഫിക്കീങ്ങൾക്ക് വലിയ പ്രയാസമാണ്. നമുക്കവിടെ പറയാനുള്ളത്, അള്ളാഹു നൽകിയ ആ താക്കീതാണ്. ദുനിയാവിലെ തീയിനേക്കാൾ അശദ്ധാണ്, കഠിനമാണ് നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ തീ എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ ശക്തമായ ചൂട് അനുഭവിക്കാനുണ്ട്. നമ്മൾ ഓർക്കേണ്ടത് അതാണ്. ദുനിയാവ് ഏതു സമയത്തും നീങ്ങിപ്പോകുന്നതാണ്, ഏതു സമയത്തും നമ്മളിൽ നിന്ന് യാത്ര തിരിക്കാനുള്ളതാണ്. നമുക്ക് ജീവിക്കാനുള്ളത് മരണത്തിന് ശേഷമുള്ള ബർസഖിലാണ്, അതിനുശേഷം റബ്ബിന്റെ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തുദ്ന ശംസ് യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ. സൂര്യൻ അടുപ്പിക്കപ്പെടും. സൂര്യന്റെ ചൂടിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. എങ്കിൽ മഹ്ശറിൽ സൂര്യൻ നമ്മളിലേക്ക് അടുപ്പിക്കപ്പെടും. ഒരു സുറുമക്കോലിന്റെ അകലത്തിൽ ആ സൂര്യൻ നമ്മുടെ അരികിലേക്കെത്തും. ഫയകൂനു നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അറഖ്. ഓരോരുത്തരും അവരുടെ അമലുകൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കും. അമലുകളാണെന്ന് രക്ഷക്കുണ്ടാകുക. ചില ആളുകൾ ഞെരിയാണി വരെ വിയർപ്പിലാണ്. ചില ആളുകൾ
അവരുടെ മുട്ടുവരെ വിയർപ്പിലാണ്. ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് താന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു മഹ്ശർ നമുക്ക് അനുഭവിക്കാനുണ്ട്. അതിനേക്കാൾ ശക്തമാണ് റബ്ബിന്റെ നരകത്തിലെ ചൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീർ നൽകി, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ജഹന്നമിന്റെ നരകത്തിന്റെ ചൂട്, ആ നരകത്തിന്റെ ചൂടിന്റെ 70 ഒരംശമാണ് ഈ ദുനിയാവിലെ ചൂട്. ദുനിയാവിലെ തീ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കൽ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന തീയാണ്, ആ ചൂടാണ്. അതുമാത്രമല്ല ദുനിയാവിലെ ചൂട്, അതുമാത്രമല്ല ഈ ദുനിയാവിലെ തീ ഇരുമ്പിനെ ഉരുക്കുന്ന, ഇരുമ്പുരുകിയൊലിക്കുന്ന ശക്തമായ തീ ഈ ദുനിയാവിലുണ്ട്. കടുപ്പമേറിയ തീ ഈ ദുനിയാവിലുണ്ട്. ആ ദുനിയാവിലെ ഏതു തീയാകട്ടെ, അത് നരകത്തിന്റെ തീയിനെ വെച്ചു നോക്കുമ്പോൾ 70 ഒരംശം മാത്രമാണ്. ഇന്നലെ യാത്രയിൽ ശക്തമായ ദാഹമുണ്ടായപ്പോ കാറൊന്ന് സൈഡാക്കി ഒരു ജ്യൂസ് കുടിക്കുന്നതിന് വേണ്ടി വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അരികിൽ നിർത്തി. ആ മനുഷ്യൻ ശരീരത്തിൽ പൊള്ളലേറ്റ വ്യക്തിയാണ്. ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകൾ കുടിഞ്ഞുപോയിട്ടുണ്ട്, ശരീരത്തിലെ തോലുകൾ ഉരുകിയൊലിച്ചിട്ടുണ്ട്. ചില തോലിന്റെ ചില പൊടികൾ, ചില പാടുകൾ മാത്രം ആ മുഖത്തും ശരീരത്തിലും. ഒരു മിനിറ്റ് സമയം പോലും ആ മനുഷ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കി നിൽക്കാൻ സാധിക്കുന്നില്ല. മുടിയും രോമങ്ങളും കൺപീലികളുമെല്ലാം ആ തോലിലേക്ക് ചേർന്ന് വികൃതമായ രൂപത്തിൽ ആ മനുഷ്യൻ. പക്ഷേ ആ സമയത്തും ആ പ്രയാസങ്ങളുള്ളപ്പോഴും അയാൾ അധ്വാനിക്കുകയാണ്. ഞാൻ പറയുന്നത്, പൊള്ളലേറ്റൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ലേ? എത്ര ഭീകരമാണ്! നമുക്കൊന്ന് നോക്കി നിൽക്കാൻ കഴിയുമോ? നമ്മുടെ മക്കളെ ആ രൂപത്തിലൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ചുവന്ന നിറായിരിക്കും. പിന്നെ തോല് വരുന്നതോടുകൂടെ ആ മനുഷ്യൻ വേദന അനുഭവിക്കുകയാണ്, വേദന ആരംഭിക്കുകയാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദര, നരകമെന്നു പറഞ്ഞാൽ അതിനേക്കാൾ ശക്തമാണ്. ഒരു ചെറിയ ശിക്ഷ പോലും, നരകത്തിലെ ഒരു ചെറിയ ശിക്ഷ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ മൻ ലഹു നഅലാൻ, 2 ചെരുപ്പ് ധരിപ്പിക്കലാണ്. വാറുകളുള്ള 2 ചെരുപ്പ്. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ യഗ്ലി മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജൽ. ചട്ടി, ആ ചട്ടി തിളച്ചു മറിയുന്നത് പോലെ അവന്റെ തലച്ചോറുരുകിയൊലിക്കും. കാലിൽ ചെരുപ്പ് ധരിച്ചാൽ ആ ചൂട് കാരണം ആ മനുഷ്യന്റെ തലയോട്ടികൾ, അവന്റെ തലച്ചോറ് ഉരുകിയൊലിക്കുമാറ് അതിശക്തമായിരിക്കും നരകത്തിലെ ചൂട്. നമ്മൾ കരുതും നരകത്തിലെ തീയിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു, അതോടുകൂടെ തീരും ഇല്ലേ? ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, അതോടുകൂടെ കരിഞ്ഞു തീരില്ലേ? നമ്മൾ ഇല്ലാതാകില്ലേ? പെട്ടെന്ന് തീരും എന്ന് കരുതിയിട്ടാണല്ലോ ദുനിയാവിൽ സൂയിസൈഡ് ചെയ്യുന്നത്, തീ കത്തിക്കുന്നത്, ഗ്യാസ് പൊട്ടിത്തെറിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. അതോടുകൂടെ തീർന്നു. നരകത്തിൽ തീരുമോ? നരകത്തിലൊരു മനുഷ്യൻ, അവനെ നരകം കരിച്ചു കളഞ്ഞാൽ അതോടുകൂടെ ആ മനുഷ്യന്റേത് അവസാനിക്കുമോ? നരകത്തിൽ ശിക്ഷകൾക്ക് അവസാനമില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് തയങ്ങും. ഏതൊരു സംഗതിയാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതുമായിട്ട് നമ്മൾ അങ്ങോട്ട് യോജിച്ചു പോകും. സഹോദരാ സഹോദരി, നരകത്തിന്റെ വേദന നിത്യമാണ്. തുടക്കത്തിലെ അതേ വേദനയാണ്, അതേ കാഠിന്യമാണ്. ഓരോ നിമിഷങ്ങളിലും വേദന ഇരട്ടിക്കുകയല്ലാതെ ഒരിക്കലും മനുഷ്യൻ അതിനോട് ഇണങ്ങിച്ചേരുകയില്ല. ആസ്വദിപ്പിക്കാനാണ്, ശിക്ഷകൾ ആസ്വദിപ്പിക്കാനാണ് നരകം. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഓരോ തോലുകൾ ഉരുകിയൊലിക്കുമ്പോഴും അള്ളാഹു പകരം തോല് നൽകും.
പകരം പുതിയ തോലുകൾ നൽകും. എന്തിനാണ്? ലിയദൂഖുൽ അദാബ്, അവൻ ശിക്ഷയെ ആസ്വദിക്കണം, നരകത്തിന്റെ വേദനയെ ആസ്വദിക്കണം. എങ്കിൽ ഈ ദുനിയാവിന്റെ ചൂടിനെ പറ്റി ആശങ്കപ്പെടുന്നവരെ, പുറത്തേക്കിടങ്ങുമ്പോൾ പ്രയാസം പറയുന്നവരെ, എത്ര കഠിനമായിരിക്കും ആ നരകം. നരകം ശിക്ഷയെ ആസ്വദിപ്പിക്കാനാണ്. രണ്ട് ചുമലുകൾക്കിടയിലുള്ള അകലം, നരകക്കാരന്റെ രണ്ട് ചുമലുകൾക്കിടയിലുള്ള അകലം. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ 3 ദിവസം സഞ്ചരിച്ചാൽ എത്ര വഴി ദൂരമെത്തുമോ അതാണ് ഒരു മനുഷ്യന്റെ വലിപ്പം. അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി 3 ദിവസം സഞ്ചരിച്ചാലുള്ള അകലമാണ് രണ്ട് ചുമലുകൾക്കിടയിൽ. ഇത്തിരി പോന്ന നമ്മുടെ വലിപ്പമല്ല നരകത്തിൽ. നരകവകാശിയുടെ പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളം പോന്നതാണ്. ഉഹുദ് മലയോളം പോന്ന പല്ലുകളുള്ളവർ 3 ദിവസത്തെ വഴി ദൂരം സഞ്ചരിക്കാൻ മാത്രം അവരുടെ തോലുകൾക്ക് കട്ടിയുണ്ടാകും. ആ തോലിലാണ് നരകത്തിന്റെ തീ സ്പർശിക്കുക, ആ തോലുകളാണ് ഉരുകിയൊലിക്കുക. എങ്കിൽ ആ നരകത്തെക്കുറിച്ചുള്ള ചിന്ത ഈ ദുനിയാവിന്റെ ചൂടിനിടയിൽ നമുക്കുണ്ടാകണം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ, തന്റെ മക്കളെ, തന്റെ ഭാര്യമാരെ രക്ഷപ്പെടുത്തുക എന്നതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ മുഅ്മിനുകളെ എന്ന് വിളിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, ഖു അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ നഫ്സിനെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ. നിങ്ങളുടെ അഹ്ലിനെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, മക്കളെ, ഉമ്മയെ, ഉപ്പയെ, അനുജന്മാരെ, അവരെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ. ഞാൻ ഇവിടേക്ക് വരുന്ന വഴിയിൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യരെ കണ്ടു. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ കൊടും ചൂടത്തും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ ഈ ചൂടത്തും അവരങ്ങാടിയിലാണ്. പെയിന്റ് പണിക്കാർ ഈ ചൂടത്തും അവരവരുടെ തൊഴിലുകളിലാണ്. എന്തിനു വേണ്ടി? കുടുംബത്തിനു വേണ്ടി. ഈ ചൂട് വകവെക്കാതെ, ഈ പ്രയാസം വകവെക്കാതെ വലിയ വലിയ കെട്ടിടങ്ങളിൽ, റോഡുകളിൽ പണിയെടുക്കുന്ന ഉപ്പമാരുടെ വികാരം എന്താണ്? മക്കൾ അവര് പ്രയാസപ്പെടരുത് ദുനിയാവിൽ. മക്കൾ അവർക്കൊരു കുറവുണ്ടാകരുത്, അവർക്കൊരു പ്രയാസമുണ്ടാകരുത്. എന്റെ കുടുംബം രക്ഷപ്പെടണം എങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നാളെ പരലോകത്ത് ഒരു സ്വതക്ക നമ്മൾ നൽകുമോ? ഇതേ മക്കൾക്ക് വേണ്ടി. ഇതേ മക്കൾ നാളെ പരലോകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം നമ്മൾ മാറ്റിവെച്ചത് ആ മക്കൾക്ക് വേണ്ടിയാണ്, ആ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, നമ്മൾ സ്നേഹിച്ചത് അവരെയാണ്. ഒരു നമസ്കാരം, ഒരു ദിക്ർ, ഒരു ആയത്തു പാരായണം ചെയ്തതിന്റെ പ്രതിഫലം വേണ്ട, ഒരു ഹർഫിന്റെ പ്രതിഫലം നാളെ പരലോകത്ത് മക്കൾക്ക് നൽകുമോ? മഹ്ശറിൽ എന്റെ കുട്ടിക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ ഉമ്മാക്ക് ആരെങ്കിലും നൽകുമോ? ഇല്ല, ഒരാളും നൽകുകയില്ല. അതാണ് പരലോകം, അതാണ് മഹ്ശർ. എങ്കിൽ അവിടെ രക്ഷപ്പെടണം. അവിടെ രക്ഷപ്പെടണമെങ്കിൽ, അവിടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അല്ലിമൂഹും വഅദ്ദിബൂഹും, കുടുംബത്തിന് മതപരമായ ഇൽമു നൽകണം, കുടുംബത്തിന് ഖുർആൻ പഠിപ്പിക്കണം, ഭാര്യ ഖുർആൻ പഠിക്കണം, മക്കള് ഖുർആൻ പഠിക്കണം. പ്രിയമുള്ളവരെ, അതിനുള്ള അവസരമാണ് QHLS. അതിന്റെ എക്സാം നമ്മുടെ തൊട്ടുമുന്നിലുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ മക്കളെ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ഭാര്യ രജിസ്റ്റർ ചെയ്യണം,
തീന്മേശകളിൽ ഖുർആനിന്റെ ചർച്ച നടക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആനിന്റെ ചർച്ച നടക്കണം. ആ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് സാധിക്കണം. ഈ അവധിക്കാലത്ത് ഒരുപാട് പഠന സംവിധാനങ്ങളുണ്ട്. SSLC കഴിഞ്ഞവർക്കുണ്ട്, +2 കഴിഞ്ഞവർക്കുണ്ട്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുണ്ട്. നമ്മുടെ തൊട്ടരികിൽ നമ്മുടെ മക്കൾക്ക് വ്യവസ്ഥാപിതമായ ദീനീ പഠനം നടത്താനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം.